Good morning, students. The next topic, duality method. Duality describes that LPP consists in pairs. So, every linear programming problem has another LPP which is related to it. This related LPP is called a dual problem. This related LPP is called a dual problem and the original LPP is called a primal problem. The optimal solution from the both the primal and dual problem would be same because they originate from the same data. Linear objective function are equal, that is maximum of primal is equal to minimum of dual. Duality method or duality describes that LPP exists in pairs. ഇപ്പോൾ ഡ്യുവാലിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൽ പി പിയിൽ തന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിംപ്ലക്സ് മെത്തേഡിൽ ഡ്യുവൽ കൺസെപ്റ്റാണ്. ഡ്യുവൽ എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് അല്ലെങ്കിൽ പെയറാണ്. സോ എവറി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഹാസ് അനദർ എൽ പി പി വിച്ച് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്. ദിസ് റിലേറ്റഡ് ടു എൽ പി പി ഈസ് കോൾഡ് ഡ്യുവൽ പ്രോബ്ലം. എല്ലാ ലീനിയർ പ്രോഗ്രാമിന് ഒരു സൊല്യൂഷൻ മാത്രമല്ല, ഒന്നു കൂടുതൽ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു കൺസ്ട്രെയിൻസിന് മാത്രമല്ല, ഒന്ന് കൂടുതൽ കൺസ്ട്രെയിൻസിന് സാധാരണ ഉണ്ടാവില്ലേ. അപ്പോൾ ഒന്ന് മറ്റൊന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എൽ പി പി ഈസ് ദ ഡ്യുവൽ പ്രോബ്ലം. ദിസ് റിലേറ്റഡ് എൽ പി പി ഈസ് കോൾഡ് ഡ്യുവൽ പ്രോബ്ലം ആൻഡ് ദ ഒറിജിനൽ എൽ പി പി ഈസ് കോൾഡ് പ്രൈമൽ പ്രോബ്ലം. അപ്പോൾ രണ്ട് ഡ്യുവൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഒറിജിനൽ എൽ പി പിയെ നമുക്ക് പ്രൈമൽ പ്രോബ്ലം എന്നും മറ്റൊരു എൽ പി പിയെ നമുക്ക് ഡ്യുവൽ പ്രോബ്ലം എന്നും വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ ഒറിജിനൽ എൽ പി പിയെ നമ്മൾ പ്രൈമൽ പ്രോബ്ലം എന്നും മറ്റൊരു എൽ പി പി പ്രോബ്ലത്തെ ഡ്യുവൽ പ്രോബ്ലം എന്നും വിളിക്കാം. ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫ്രം ബോത്ത് പ്രൈമൽ ആൻഡ് ഡ്യുവൽ പ്രോബ്ലം വുഡ് ബി ദ സെയിം. ഇപ്പോൾ ഒപ്റ്റിമൽ പ്രോബ്ലം ആയാലും അല്ലെങ്കിൽ ഒപ്റ്റിമൽ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൈമൽ പ്രോബ്ലം ആയാലും ഡ്യുവൽ പ്രോബ്ലം ആയാലും രണ്ടും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ബിക്കോസ് ദേ ഒറിജിനേറ്റ് ഫ്രം സെയിം ഡാറ്റ. ഒരേ ഡാറ്റയിൽ നിന്നാണ് ഡ്യുവൽ പ്രോബ്ലവും പ്രൈമൽ പ്രോബ്ലം ഉണ്ടാവുന്നത്. ലീനിയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആർ ഈക്വൽ, ദാറ്റ് ഈസ് മാക്സിമം ഓഫ് പ്രൈമൽ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ഡ്യുവൽ. അപ്പോൾ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമം ഓഫ് പ്രൈമൽ ആയാലും ഡ്യുവലിൻ്റെ മിനിമം ഓഫ് ഡ്യുവൽ ആയാലും രണ്ടും എന്ത് തന്നെയാണ്, ഈക്വലാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിന് ചിലപ്പം ഒന്നു കൂടുതൽ എന്തുണ്ടാവാം, ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഏറ്റവും എന്താ പറയുക ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ളതിനെ പ്രൈമൽ എന്നും മറ്റൊന്നിനെ ഡ്യുവൽ എന്നും വിളിക്കുന്നു. ഇപ്പോൾ ഡ്യുവാലിറ്റി മെത്തേഡ് അതാണ്. ഡ്യുവാലിറ്റി ഡിസ്ക്രൈബ്സ് ദാറ്റ് എൽ പി പി എക്സിസ്റ്റ് ഇൻ പെയർസ്. സോ എവറി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഹാസ് അനദർ എൽ പി പി which is related to it. This related LPP is called a dual problem. This related LPP is called a dual problem and the original LPP is called a primal problem. അതിൻ്റെ ഒറിജിനൽ എൽ പി പി പ്രോബ്ലത്തെ നമ്മൾ പ്രൈമൽ പ്രോബ്ലം എന്നും അതുപോലെ തന്നെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ബോത്ത് പ്രൈമൽ ആൻഡ് ഡ്യുവൽ പ്രോബ്ലം വുഡ് ബി ദ സെയിം ബിക്കോസ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ സെയിം ഡാറ്റ. ലീനിയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആർ ഈക്വൽ, that is maximum of primal is equal to minimum of dual. അപ്പോൾ പ്രൈമൽ പ്രോബ്ലം ഉണ്ട്, ഡ്യുവൽ പ്രോബ്ലം ഉണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ്. മാക്സിമം ഓഫ് പ്രൈമൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഓഫ് ഡ്യുവൽ എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഡ്യുവാലിറ്റി മെത്തേഡ് ഈസ് ദ വൺ ഓഫ് ദ മെയിൻ മെത്തേഡ്സ് ഓഫ് എൽ പി പി. മറ്റൊരു മെത്തേഡാണ് എൽ പി പിയിൽ. ദെൻ ഫീച്ചേഴ്സ്, ഡ്യുവാലിറ്റി മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് ആണ് വെൻ ദ പ്രൈമൽ ഹാസ് എ n വേരിയബിൾ ആൻഡ് m കൺസ്ട്രെയിൻസ്, the dual has m വേരിയബിൾ ആൻഡ് n കൺസ്ട്രെയിൻസ്. കണ്ടോ, പ്രൈമൽ പ്രോബ്ലം ആകുമ്പോൾ n വേരിയബിളും m കൺസ്ട്രെയിൻസും ആവും. ഡ്യുവൽ മെത്തേഡ് എങ്കിലാണോ m വേരിയബിളും n കൺസ്ട്രെയിൻസ്, തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. സെക്കൻഡ്, ദി കൺസ്ട്രെയിൻസ് ഓഫ് പ്രൈമൽ ആർ ഓൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, വൈൽ കൺസ്ട്രെയിൻസ് ഓഫ് ഡ്യുവൽ ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അത്രയേ ഉള്ളൂ. തേർഡ്, ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈമൽ ഈസ് മാക്സിമൈസ്, ഒബ്ജക്റ്റീവ് ഓഫ് ഡ്യുവൽ ഈസ് മിനിമൈസ്. അപ്പോൾ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ആണെങ്കിൽ ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് മിനിമൈസ്. നെക്സ്റ്റ്, ഓൾ വേരിയബിൾസ് ഫോർ ഐദർ പ്രോബ്ലം ആർ റെസ്ട്രിക്റ്റഡ് ടു ബി നോൺ നെഗറ്റീവ്.
എല്ലാ വേരിയബിൾസിൻ്റെയും പ്രോബ്ലം റെസ്ട്രിക്റ്റഡ് ആണ്. എങ്ങനെ? നോൺ നെഗറ്റീവ് ആവാൻ പാടില്ല. അത് പ്രൈമർ ആയാലും ഡ്യുവൽ ആയാലും. നെക്സ്റ്റ്, ഫോർ എവരി പ്രൈമൽ കൺസ്ട്രെയിൻസ് ദർ ഈസ് എ ഡ്യുവൽ വേരിയബിൾ. എല്ലാ പ്രൈമൽ കൺസ്ട്രെയിൻസിനും ഡ്യുവൽ വേരിയബിൾ ഉണ്ടാവും. ഫോർ എവരി പ്രൈമൽ വേരിയബിൾ ദർ ഈസ് ഡ്യുവൽ കൺസ്ട്രെയിൻസ്. എല്ലാ പ്രൈമൽ വേരിയബിൾസിനും ഡ്യുവൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ പ്രൈമൽ കൺസ്ട്രെയിൻസിന് ഡ്യുവൽ വേരിയബിൾ ഉണ്ടാവും, അതുപോലെ പ്രൈമൽ വേരിയബിൾസിന് ഡ്യുവൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നത്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. ഫസ്റ്റ്, വെൻ the primal has n variable and m constraints. The dual has m variable and n constraints. Second, the constraints of primal are all less than or equal to, while constraints of dual are all greater than or equal to. Next, the objective of primal is to maximize, while the objective of dual is to minimize. Next, all variables for either problem are restricted to be non-negative. Fifth, for every primal constraints there is a dual variable. Next, for every primal variable there is a dual constraints. The next steps in formulating of LP problem. LP problem formulate ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡ്യുവൽ കൺസ്ട്രെയിൻസിൻ്റെ അല്ലെങ്കിൽ ഡ്യുവൽ വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ പ്രൈമൽ വേരിയബിൾസിൻ്റെ ഡ്യുവൽ വേരിയബിൾസിൻ്റെ LPൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന്. സോ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം referred to as a primal problem can be converted into dual problem while provide upper bound to the optimal value of primal problem. അപ്പോൾ നമ്മൾ പ്രൈമൽ പ്രോബ്ലത്തെ ഡ്യുവൽ പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ഫസ്റ്റ്, ഇഫ് ദ പ്രൈമൽ ഈസ് മാക്സിമൈസേഷൻ ദെൻ ഡ്യുവൽ ഈസ് മിനിമൈസേഷൻ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ പ്രൈമൽ മാക്സിമൈസേഷൻ ഡ്യുവൽ മിനിമൈസേഷനുമാണ്. അപ്പോൾ പ്രൈമൽ എന്ന് പറയുന്ന മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിനെ നമ്മൾ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവായി കൊണ്ടുവരണം, അല്ലെങ്കിൽ മിനിമൈസേഷൻ ആയിട്ടുള്ള ഡ്യുവലിനെ മാക്സിമൈസേഷനായിട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഒന്ന് മിനിമൈസേഷനും മറ്റൊന്ന് മാക്സിമൈസേഷൻ. ക്ലിയർ ആയില്ലേ? സെക്കൻഡ് സ്റ്റെപ്പ്, കോഎഫിഷ്യന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ഡ്യുവൽ പ്രോബ്ലം കം ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഒറിജിനൽ പ്രോബ്ലം. Coefficient of objective function in the dual problem come from the right hand side of the original problem. ഒറിജിനൽ പ്രോബ്ലത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ ഡ്യുവൽ പ്രോബ്ലം ആയിട്ട് കോഎഫിഷ്യന്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് മാറ്റും. നെക്സ്റ്റ്, തേർഡ്, ദ ഇൻഇക്വാലിറ്റീസ് ഇൻ ദ കൺസ്ട്രെയിൻസ് ആർ ടു ബി റിസർവ്ഡ്. ഇൻഇക്വാലിറ്റീസ് ഓഫ് നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ ഈക്വാലിറ്റി ആക്കി മാറ്റിയതാ ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇക്വാലിറ്റി ആക്കി മാറ്റണ്ട, ഇൻഇക്വാലിറ്റീസ് ഓഫ് ദ കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസിനെ ഒന്നും നമ്മൾ ഇക്വാലിറ്റി ആക്കി മാറ്റണ്ട, എന്ത് തന്നെ ആക്കണം? ഇൻഇക്വാലിറ്റീസ് ഓഫ് ദ കൺസ്ട്രെയിൻസ് ആണ് റിസർവ് ചെയ്തിട്ടുണ്ട്. നാലാമത്തത്, നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ഡ്യുവൽ പ്രോബ്ലം ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഓഫ് ഒറിജിനൽ പ്രോബ്ലം. നമ്പർ ഓഫ് വേരിയബിൾസ് ഡ്യുവൽ പ്രോബ്ലത്തിലെ നമ്പർ ഓഫ് വേരിയബിൾസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഓഫ് ഒറിജിനൽ പ്രോബ്ലത്തിന് ഈക്വൽ ആയിരിക്കണം. നെക്സ്റ്റ്, അഞ്ചാമത്തെ, നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇൻ ഡ്യുവൽ പ്രോബ്ലംസ് ഇൻ ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ഒറിജിനൽ പ്രോബ്ലം. അപ്പോൾ number of constraints in dual problem equal to number of variables in original problem. Number of variables in dual problem, number of constraints of original problem equal ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇൻ ഡ്യുവൽ പ്രോബ്ലം. ഡ്യുവൽ പ്രോബ്ലത്തിലെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് നമ്പർ ഓഫ് വേരിയബിൾസ് ഓഫ് ഒറിജിനൽ പ്രോബ്ലത്തിന് ഈക്വൽ ആയിരിക്കണം. 5 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ്, ഈ പ്രൈമൽ ഈസ് മാക്സിമൈസേഷൻ, ഡ്യുവൽ ഈസ് മിനിമൈസേഷൻ ആൻഡ് വൈസ് വേഴ്സ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരു LPPയുടെ ഡ്യുവാലിറ്റി മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമൈസേഷനും മിനിമൈസേഷനും ഉണ്ടാവണം. സെക്കൻഡ്, കോഎഫിഷ്യന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ദ ഡ്യുവൽ പ്രോബ്ലം കം ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഒറിജിനൽ പ്രോബ്ലം ആയിരിക്കണം. തേർഡ്, ഇൻഇക്വാലിറ്റീസ് ഓഫ് കൺസ്ട്രെയിൻസ് ഈക്വൽ ആക്കുകയോ വേണ്ട കൺസ്ട്രെയിൻസ്. ഫോർത്ത്, നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ഡ്യുവൽ വേരിയബിൾ ഓർ ഡ്യുവൽ പ്രോബ്ലം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആയിരിക്കണം. മറ്റൊന്ന്, നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇൻ ഡ്യുവൽ പ്രോബ്ലം ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആയിരിക്കണം ഒറിജിനൽ പ്രോബ്ലം. ഇത്രയാണ് 5 സ്റ്റെപ്പാണ്. സിമ്പിളാണ് സാധനം, 5 സ്റ്റെപ്പാണുള്ളത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫസ്റ്റ് പ്രോബ്ലം, മിനിമൈസ് z ഈസ് ഈക്വൽ ടു 12,000x1 പ്ലസ് 8,000x2 സബ്ജക്റ്റ് ടു 8x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 24, 18x1 plus 2x2 greater than equal to 20, 14x1 plus 6x2 greater than equal to 18, 20x1 plus 80x2 greater than or equal to 40, x1 x2 greater than or equal to 0. ഇങ്ങനെയാണ് നമുക്ക്
ക്വസ്റ്റ്യൻ തന്നത് കൺവേർട്ട് ദ പ്രോബ്ലം ആസ് എ ഡ്യുവൽ പ്രോബ്ലം. ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയാണ്. മിനിമൈസേഷൻ ആണ് തന്നത്, ഡ്യുവൽ പ്രോബ്ലം ആയതുകൊണ്ട് മിനിമൈസേഷൻ. ഫസ്റ്റ് കൺവേർട്ട് LPP ആസ് ദ ഡ്യുവൽ പ്രോബ്ലം. നമുക്ക് LPP ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾ ഫിക്സ് ദ വേരിയബിൾസ് ഡ്യുവൽ പ്രോബ്ലം y1 y2 എക്സെട്ര. അപ്പോൾ അവിടെ 2-3 ഹിന്റ് മാറ്റണം. y1 y2 എന്ന് പറയുന്ന ഡ്യുവൽ പ്രോബ്ലത്തിൽ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുക x1 x2 അല്ല, y1 y2 ആണ്. അതുപോലെ യൂസ് g ഇൻസ്റ്റെഡ് ഓഫ് z ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ സാധാരണ z അല്ലേ യൂസ് ചെയ്ത്, z ഈസ് ഈക്വൽ ടു എന്നല്ല പറഞ്ഞത്, അതിന് പകരം g ആണ് യൂസ് ചെയ്യുക. അപ്പം നോക്കിക്കോ, പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മിനിമൈസ് z ഈസ് ഈക്വൽ ടു 12,000 x1 പ്ലസ് 8,000 x2 അല്ലേ, അതിന് പകരം ഒബ്ജക്റ്റീവ് ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് മാറ്റുമ്പോൾ മാക്സിമൈസ് g, സെഡിന് പകരം എന്താ എഴുതുക, ജി. മിനിമൈസ് ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് നമ്മൾ ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് മാറ്റുമ്പോൾ എന്താക്കണം, മാക്സിമൈസ് ആക്കണം. മാക്സിമൈസ് ആണ് തന്നതെങ്കിൽ മിനിമൈസ് ആക്കണം. സോ മിനിമൈസ് ആണ് ക്വസ്റ്റ്യൻ തന്നത്, മിനിമൈസിന് പകരം നമ്മൾ എന്താ ഇത് മാക്സിമൈസ്, സെഡിന് പകരം എന്ത് കൊടുത്ത്, ജി ഈസ് ഈക്വൽ ടു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒബ്ജക്റ്റീവ് അങ്ങനെ തന്നെ മാറ്റമല്ല ചെയ്യുന്നത്, ഇവിടെ തരുന്ന കണ്ടോ. അപ്പൊ നമ്മൾ പ്രൈമൽ ഒബ്ജക്റ്റീവ്സിന്റെ പ്രൈമൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസ് കൂടി അവിടെ എഴുതിയേക്കാം. സബ്ജക്റ്റ് ടു 8x1 പ്ലസ് 2x2, മാറ്റമൊന്നും വേണ്ട, ഈക്വൽ ടു ആക്കേണ്ട, ഇൻഇക്വാലിറ്റി ആവേണ്ടത്. ക്വസ്റ്റ്യൻ എന്താണ് തന്നത് അതുപോലെ തന്നെ എഴുതാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24, 18x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 20, 14x1 പ്ലസ് 6x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, 20x1 പ്ലസ് 80x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. അതിൻ്റെ അകത്തുള്ള നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടുവിന് കഴിഞ്ഞതിന് ശേഷമുള്ള വേരിയബിൾസിൽ എന്തൊക്കെ, 24, 20, 18, 40. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ XB ആയിട്ട് എടുത്തത് ഓർമ്മയില്ലേ, 24, 20, 18, 40. ആ വേരിയബിൾസ് ആണ് നമ്മൾ എന്തായിട്ട് ഡ്യുവൽ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ മാക്സിമൈസ് G ഈസ് ഈക്വൽ ടു, അതിനെയാണ് നമ്മൾ വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത്. ഡ്യുവൽ പ്രോബ്ലത്തിലെ വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത് 24-ഉം 20-ഉം 18-ഉം 14-ഉം ആണ്. സോ മാക്സിമൈസ് G ഈസ് ഈക്വൽ ടു, വേരിയബിൾസ് y1 y2 y3 y4 ആണ് വരിക. സോ മാക്സിമൈസ് G ഈസ് ഈക്വൽ ടു 24 y1 പ്ലസ് 20 y2 പ്ലസ് 18 y3 പ്ലസ് 40 y4. അവിടെ y4 ആണ്, 40 y4. അപ്പൊ വേരിയബിൾസ് എന്തൊക്കെയാ, 24, 20, 18, 40. ടീച്ചറോട് വെറുതെ എഴുതിയതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഡ്യുവൽ പ്രോബ്ലം മാക്സിമൈസ് G ഈസ് ഈക്വൽ ടു 24 y1 പ്ലസ് 20 y2 പ്ലസ് 18 y3 പ്ലസ് 40 y4. മനസ്സിലായോ? ഇനി അപ്പോൾ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇതുപോലെ മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റീവ് എഴുതുക, കൺസ്ട്രെയിൻസ് അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് പ്രൈമൽ പ്രോബ്ലത്തിലെ കൺസ്ട്രെയിൻസിലെ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു അല്ലെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തരുന്ന ആ വാല്യൂ ആണ് ഡ്യുവൽ പ്രോബ്ലത്തിലെ വേരിയബിൾസ്. ആ വേരിയബിൾസിനാണ് y1 y2 y3 y4 എന്ന് എഴുതുന്നത്. ആ വേരിയബിൾസ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് 24, 20, 18, 40. അതിന് അവർ y1 y2 y3 y4 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും. അപ്പോൾ മിനിമൈസ് ആയതുകൊണ്ട്, പ്രൈമൽ പ്രോബ്ലം മിനിമൈസ് ആയതുകൊണ്ട് ഡ്യുവൽ പ്രോബ്ലം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. മാക്സിമൈസ് സെഡിന് പകരം G എഴുതും, എന്നിട്ട് വാല്യൂ എഴുതും 24 y1 പ്ലസ് 20 y2 പ്ലസ് 18 y3 പ്ലസ് 40 y4. അടുത്തത് നമ്മൾ എന്ത് എഴുതണം, ഇതിൻ്റെ അകത്ത് ഓരോ കൺസ്ട്രെയിൻസും ടീച്ചർ ഇവിടെ വരച്ച് കണ്ടോ, ഓരോ കൺസ്ട്രെയിൻസും ആദ്യത്തെ പ്രൈമൽ പ്രോബ്ലത്തിലെ കൺസ്ട്രെയിൻസ് ആയ ഫസ്റ്റ് സംഭവം 8x1, 18x1, 14x1, 20x1, അതിനകത്ത് x1 മാത്രം ആദ്യം എടുക്കും. x1 മാത്രം, 8x1, 18x1, 14x1, 20x1, ആ x1 മാത്രം എടുത്തിട്ട് ഒരു കൺസ്ട്രെയിൻസ് ഉണ്ടാക്കും. അതാണ് അവരുടെ കൺസ്ട്രെയിൻസ്. സബ്ജക്റ്റ് ടു, ഇപ്പൊ ഡ്യുവൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സബ്ജക്റ്റ് ടു x1 പകരം y1 y2 എടുക്കും. അപ്പോൾ 8y1 പ്ലസ് 18y2 പ്ലസ് 14y3 പ്ലസ് 20y4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ലേ കൺസ്ട്രെയിൻസ് ഇവിടെ തന്നത്. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നാൽ കൺസ്ട്രെയിൻസ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം, ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ പ്രൈമൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എത്രയാ, 12,000 to 18,000. അപ്പൊ 12,000 നമ്മൾ ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് ആക്കി എടുക്കും, ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 12,000. അടുത്തത് x2 എടുക്കും. x2 എന്ന് പറയുന്നത് 2x2, 2x2, 6x2, 80x2 അല്ലേ.
ആ x2നെ രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ആയിട്ട് എടുക്കും. 2y1 പ്ലസ് 2y2 പ്ലസ് 6y3 പ്ലസ് 80y4 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റീവിലെ രണ്ടാമത്തെ x2ന്റെ ഒബ്ജക്റ്റീവ് എടുക്കും. ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 8000 y1, y2, y3, y4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. വലിയ കുഴപ്പമൊന്നുണ്ടോ? നോക്ക്, ആദ്യം പ്രൈമൽ ഒബ്ജക്റ്റീവ് എഴുതാം. സാധാരണ നമ്മൾ എഴുതുമ്പോൾ മിനിമൈസ് z ഈസ് ഈക്വൽ ടു 12,000 x1 പ്ലസ് 8,000 x2. ഇനി അതിന്റെ കൺസ്ട്രെയിൻസ് എഴുതാം. പ്രൈമൽ ഒബ്ജക്റ്റീവിന്റെ സബ്ജക്റ്റ് ടു 8x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24, 18x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, 14x1 പ്ലസ് 6x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, 20x1 പ്ലസ് 80x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. ഇത്രയും എഴുതി വെക്കാം. ഇനി ഡ്യുവൽ പ്രോബ്ലം എഴുതാം. അപ്പുറത്തെ സൈഡിൽ തന്നെ എഴുതിയാൽ മതി, എന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഡ്യുവൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രൈമൽ ഒബ്ജക്റ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ മിനിമൈസ് ആയതുകൊണ്ട് മാക്സിമൈസ്, സെഡിന് പകരം ജി എഴുതും. ഇനി നമ്മളെ കൺസ്ട്രെയിൻസിന്റെ പ്രൈമൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസിന്റെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് വന്ന അവസാന പോർഷൻ നമ്മൾ ഇതുവരെ പ്രോബ്ലത്തിൽ XB എടുത്ത പോർഷൻ, ആ പോർഷൻ അങ്ങോട്ട് എഴുതും. 24y1 പ്ലസ് 20y2 പ്ലസ് 18y3 പ്ലസ് 40y4. ഇനി സബ്ജക്റ്റ്, ഡ്യുവൽ പ്രോബ്ലത്തിന്റെ സബ്ജക്റ്റ് കൺസ്ട്രെയിൻസ് എഴുതണം. കൺസ്ട്രെയിൻസ് സബ്ജക്റ്റ് ടു ആദ്യം x1നെ ഒരു കൺസ്ട്രെയിന്റ് ആയിട്ട് എടുക്കും. x1നെ ഒരു കൺസ്ട്രെയിൻസ് ആക്കി എടുത്തും x2നെ അടുത്ത കൺസ്ട്രെയിൻസ് ആക്കി എടുത്തും. ടീച്ചറോട് വരച്ചു വെച്ചിട്ടുണ്ട്. x1 8, 18, 14, 20 അതിനെ ഒരു കൺസ്ട്രെയിൻസ് ആക്കി എടുക്കും. അപ്പൊ ആ കൺസ്ട്രെയിൻസ് എങ്ങനെ വരിക? y1 ആണ് എല്ലാം എഴുതാം. x1 x2ന് പകരം y1 y2. 8y1 പ്ലസ് 18y2 പ്ലസ് 14y3 പ്ലസ് 20y4. സോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് പ്രൈമലിന്റെ കൺസ്ട്രെയിൻസ്. അതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു, നമുക്ക് ഒബ്ജക്റ്റീവിൽ തന്നില്ല x1ന്റെ ടോട്ടൽ വാല്യൂ എത്രയാ? 12,000. സോ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 12,000. ഇനി x2നെ എന്താക്കി എടുക്കും? അടുത്ത കൺസ്ട്രെയിൻസ് ആക്കി എടുക്കും. അതുപോലെ x2ന്റെ ഒബ്ജക്റ്റീവിലെ ടോട്ടൽ മാക്സിമം ഒബ്ജക്റ്റീവ് x2ന്റെ മിനിമൈസ് ഒബ്ജക്റ്റീവ് ഓഫ് x2ന്റെ നമ്മൾ അതിന്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് അടുത്ത കൺസ്ട്രെയിൻസ് ആക്കി എടുക്കും. സോ x2 വരുന്നത് 2x2, 2x2, 6x2, 8x2. അതിനെ മാറ്റി 2y1 പ്ലസ് 2y2 പ്ലസ് 6y3 പ്ലസ് 80y4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8,000. y1, y2, y3, y4 ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ പ്രൈമൽ ഒബ്ജക്റ്റീവും ഡ്യുവൽ ഒബ്ജക്റ്റീവും എങ്ങനെ സെറ്റ് ചെയ്യും? പ്രൈമൽ പ്രോബ്ലം ഡ്യുവൽ ഒബ്ജക്റ്റീവ്. സോ ലെസ് ദാൻ ഇൻ ദ പ്രൈമൽ പ്രോബ്ലം ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ ദ ഡ്യുവൽ പ്രോബ്ലം. ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇനി അതിന്റെ സ്റ്റെപ്സിലേക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. നോട്ട് ചെയ്യേണ്ട കാര്യം, പ്രൈമൽ പ്രോബ്ലം ഈസ് മിനിമൈസേഷൻ പ്രോബ്ലം, ഡ്യുവൽ പ്രോബ്ലം മാക്സിമൈസേഷൻ പ്രോബ്ലം. പ്രൈമൽ പ്രോബ്ലം മിനിമൈസേഷൻ ആയിരിക്കും, ഡ്യുവൽ പ്രോബ്ലം എന്തായിരിക്കും? മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും. രണ്ടാമത് നോട്ട് ചെയ്യേണ്ട കാര്യം, പ്രൈമൽ പ്രോബ്ലം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ Z, ഡ്യുവൽ പ്രോബ്ലം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ G. പ്രൈമൽ പ്രോബ്ലം നമ്മൾ Z കൊണ്ട് പറയും, ഡ്യുവൽ പ്രോബ്ലത്തിന് എന്ത് കൊടുക്കും? G കൊടുക്കും. പ്രൈമൽ പ്രോബ്ലം വേരിയബിൾസ് x1, x2, എക്സെട്ര. ഡ്യുവൽ പ്രോബ്ലം വേരിയബിൾസ് യൂസ്ഡ് ആർ y1, y2, എക്സെട്ര. പ്രൈമൽ പ്രോബ്ലത്തിൽ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം ഒക്കെ പ്രൈമൽ പ്രോബ്ലം ആയിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ പ്രോബ്ലം ആണ്. അപ്പൊ ഡ്യുവൽ പ്രോബ്ലത്തിന് പ്രൈമൽ പ്രോബ്ലത്തിന് x1, x2 എന്ന് പറയാമോ, ഡ്യുവൽ പ്രോബ്ലത്തിന് y1, y2 എന്ന് പറയും. പ്രൈമൽ പ്രോബ്ലം there are only 2 variables x1, x2. ഡ്യുവൽ പ്രോബ്ലം ആകുമ്പോൾ only 2 constraints. പ്രൈമൽ പ്രോബ്ലത്തിൽ 2 വേരിയബിൾ ഉണ്ടാവും, x1ഉം x2. കൺസ്ട്രെയിൻസ് എത്ര വേണമെങ്കിലും ആവും. പക്ഷെ ഡ്യുവൽ പ്രോബ്ലത്തിന് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടാവുള്ളൂ? x1ന് ബേസ് ചെയ്തിട്ട് ഒരു കൺസ്ട്രെയിൻസ് y എന്ന് പറയുന്നത്, x2നെ ബേസ് ചെയ്തിട്ട് അടുത്ത കൺസ്ട്രെയിൻസ്. അപ്പൊ 2 കൺസ്ട്രെയിൻസ് ഉണ്ടാവുള്ളൂ. ഇനി പ്രൈമൽ there are 4 constraints. പ്രൈമൽ പ്രോബ്ലത്തിന് 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഡ്യുവൽ പ്രോബ്ലത്തിന് 4 വേരിയബിൾസ് ഉണ്ടാവും. ഏതൊക്കെ? y1, y2, y3, y4. മനസ്സിലായോ? പ്രൈമൽ പ്രോബ്ലത്തിന് 2 വേരിയബിൾസേ ഉണ്ടാവുള്ളൂ, x1ഉം x2. പക്ഷെ ഡ്യുവൽ പ്രോബ്ലത്തിന് 2 കൺസ്ട്രെയിൻസേ അന്നേരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്തത് പ്രൈമൽ പ്രോബ്ലത്തിന് 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പൊ ചെയ്ത പ്രോബ്ലത്തിൽ 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പൊ ഡ്യുവൽ പ്രോബ്ലത്തിന് 4 വേരിയബിൾസ് ഉണ്ടാവും. ഏതൊക്കെ? y1, y2, y3, y4. നെക്സ്റ്റ് 12,000, 8,000. Objective function of primal problem. Dual problem, these coefficient will be constraints of the constraints in the right hand side.
ഇതിനെ നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡിലായിരുന്ന കൺസ്ട്രെയിൻസ് ആയിട്ട് യൂസ് ചെയ്യും. കൺസ്ട്രെയിൻസിന്റെ നമ്മൾ എഴുതിയില്ലേ, ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 12,000, ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 8,000 ആക്കി മാറ്റി എഴുതി. നെക്സ്റ്റ് പ്രൈമൽ പ്രോബ്ലം, കോഎഫിഷ്യന്റ് ഓഫ് കൺസ്ട്രെയിൻസ് ആർ റിട്ടൺ കോളം വൈസ്. നമുക്ക് വേണമെങ്കിൽ പ്രൈമൽ പ്രോബ്ലത്തിൽ കോഎഫിഷ്യന്റ് ഓഫ് കൺസ്ട്രെയിൻസ് കോളം വൈസ് ഇതുപോലെ എഴുതാം. എന്ത് 8, 18, 14, 20. x1നെ 8, 18, 14, 20 എഴുതാം. അതുപോലെ x2നെ 2, 2, 6, 18 എഴുതാം. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത് പ്രൈമൽ പ്രോബ്ലം കൺസ്ട്രെയിൻസിന് എഴുതുന്നത് കോളം വൈസ് ആണ്. പക്ഷെ ഡ്യുവൽ പ്രോബ്ലം കൺസ്ട്രെയിൻസിന് എഴുതുന്നത് റോ വൈസ് ആണ്. അത്രയും ഓർമ്മിച്ചാൽ മതി. പ്രൈമൽ പ്രോബ്ലം കൺസ്ട്രെയിൻസിന് എഴുതുന്ന കോളം വൈസ് ആണ്. ഡ്യുവൽ പ്രോബ്ലം കൺസ്ട്രെയിൻസിന് എഴുതുന്ന റോ വൈസ് ആണ്. എങ്ങനെ എഴുതിയത്? 8, 18, 14, 20 അല്ലേ? 8y1 പ്ലസ് 18y2, 14y3, 20y4 അല്ലേ? അതുപോലെ 2y1 പ്ലസ് 2y2 പ്ലസ് 6y3 പ്ലസ് 80y4 അല്ലേ? അപ്പോൾ ഡ്യുവൽ പ്രോബ്ലം കൺസ്ട്രെയിൻസിന് എഴുതുന്നത് എപ്പോഴും റോ വൈസ് ആണ്. പ്രൈമൽ പ്രോബ്ലം കൺസ്ട്രെയിൻസിന് എഴുതുന്നത് കോളം വൈസ് ആണ്. ഇത്രയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഡ്യുവാലിറ്റി പ്രോബ്ലത്തിൽ. ഫസ്റ്റ് പ്രൈമൽ പ്രോബ്ലം മിനിമൈസേഷൻ ആണ്, ഡ്യുവൽ മാക്സിമൈസേഷൻ ആണ്. പ്രൈമൽ പ്രോബ്ലം ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് സെറ്റ് എഴുതും, ഡ്യുവൽ പ്രോബ്ലം ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ജി എഴുതും. പ്രൈമൽ പ്രോബ്ലം വേരിയബിൾസിന് x1, x2, x3 എന്ന് പറയും. ഡ്യുവൽ പ്രോബ്ലം വേരിയബിൾസിന് y1, y2, y3 എന്ന് പറയും. പ്രൈമൽ പ്രോബ്ലം there are 2 വേരിയബിൾസ് x1, x2 ആണ്. ഡ്യുവൽ പ്രോബ്ലത്തിൽ 2 കൺസ്ട്രെയിൻസ് ഉണ്ടാവുക. പ്രൈമൽ പ്രോബ്ലത്തിൽ 4 കൺസ്ട്രെയിൻസ് ഉണ്ടാകുമ്പോൾ ഡ്യുവൽ പ്രോബ്ലത്തിൽ 4 വേരിയബിൾ ഉണ്ടാവും, y1, y2, y3, y4. 12,000ഉം 8,000ഉം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് പ്രൈമൽ പ്രോബ്ലത്തിന്. പക്ഷേ ഡ്യുവൽ പ്രോബ്ലത്തിന് കൺസ്ട്രെയിൻസിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതും. പ്രൈമൽ പ്രോബ്ലം കോഎഫിഷ്യന്റ് ഓഫ് കൺസ്ട്രെയിൻസ് റിട്ടേൺ ചെയ്യുന്നത് കോളം വൈസ് ആണ്. ഡ്യുവൽ പ്രോബ്ലംസ് എഴുതുന്നത് റോ വൈസ് ആണ്. ഇത്രയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റ്സ് നോട്ട്സ് ചെയ്യേണ്ടത്. ഇനി 2 എണ്ണം കൂടി വേണേൽ പറയാം. പ്രൈമൽ പ്രോബ്ലം the sign of constraints are greater than or equal to, but dual problem constraints are changed to less than equal to. അപ്പോൾ പ്രൈമൽ പ്രോബ്ലത്തെ നമ്മൾ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഡ്യുവൽ പ്രോബ്ലത്തിലാവുമ്പോഴേക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. ഓക്കെ. നെക്സ്റ്റ് പ്രൈമൽ പ്രോബ്ലം നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആർ 2. ഡ്യുവൽ പ്രോബ്ലം നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് 4. പ്രൈമൽ പ്രോബ്ലത്തിൽ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആയ x1, x2 അല്ലെ s1, s2 ഒക്കെ എന്താണ് 2 ആണ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഡ്യുവൽ പ്രോബ്ലത്തിൽ y1, y2, y3, y4 4 കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇത്രയാണ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് 4 എണ്ണം ഉണ്ടാവും. സോ ദീസ് ആർ ദ മെയിൻ. അപ്പോൾ പ്രൈമൽ പ്രോബ്ലത്തിൽ നമ്മൾ സൈന് കൺസ്ട്രെയിൻസിന്റെ സൈന് ഗ്രേറ്റർ ദാൻ ആണ് ഇടുക, ഓർ ഈക്വൽ ടു ആണ് ഇടുക. ഡ്യുവൽ പ്രോബ്ലത്തിൽ മിനിമൈസ് ആയതുകൊണ്ട് തന്നെ അവിടെ മാക്സിമൈസ് ആയതുകൊണ്ട് തന്നെ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന സൈനാണ് ഇടുക. പ്രൈമൽ പ്രോബ്ലത്തിൽ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് 2ഉം ഡ്യുവൽ പ്രോബ്ലത്തിൽ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് 4ഉം ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ, മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 120x1 പ്ലസ് 30x2 പ്ലസ് 10x3 subject to 10x1 plus 2x2 plus x3 less than or is equal to 100. 7x1 plus 3x2 plus 2x3 less than or is equal to 77. 2x1 plus 4x2 plus x3 less than or equal to 80. x1, x2, x3 greater than or is equal to 0. Convert the above problem into dual problem. ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് മാറ്റും. വേറെ ഒന്നും പറയണ്ട, ജസ്റ്റ് ഡ്യുവലിലേക്ക് മാറ്റിയാൽ മതി. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 120x1 പ്ലസ് 30x2 10x3. അതിന് വേണം മാക്സിമൈസ് ആയതുകൊണ്ട് ഡ്യുവൽ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മിനിമൈസ്. സെഡിന് പകരം g. അപ്പൊ നമ്മൾ ഡ്യുവൽ പ്രോബ്ലത്തിൽ എന്തായിരുന്നു ഒബ്ജക്റ്റീവ് ആയിട്ട് എടുത്തത്? കൺസ്ട്രെയിൻസിന്റെ അവസാനമുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്നുള്ള പോർഷൻ നമ്മൾ എന്തായിട്ട് എടുത്ത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് എടുത്ത്. ഇവിടെ സബ്ജക്റ്റ് ഏതാ? കൺസ്ട്രെയിൻസ്. 10x1 പ്ലസ് 2x2 പ്ലസ് x3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 100. 7x1 പ്ലസ് 3x2 പ്ലസ് 2x3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 77. 2x1 പ്ലസ് 4x2 പ്ലസ് x3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 80. x1, x2, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു അല്ലെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടുവിന് ശേഷം വരുന്ന പോർഷൻ ആണ് നമ്മൾ എന്തിൽ? ഡ്യുവൽ
പ്രോബ്ലത്തിലെ അല്ലെ ഡ്യുവൽ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവായിട്ട് എടുത്തത്. അപ്പോൾ എവിടെയാണ് ഒബ്ജക്റ്റീവായിട്ട് വരുന്ന സാധനം ഏതായിരിക്കും? 100, 77, 80 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഇങ്ങനെ സെറ്റ് ചെയ്യാം. മാക്സിമൈസ് z ആണ് തന്നത്. അപ്പോൾ നമുക്ക് മിനിമൈസ് g ഈസ് ഈക്വൽ ടു 100y1 പ്ലസ് 77y2 പ്ലസ് 80y3. സംശയമുണ്ടോ? ഈ പോർഷൻ എന്താ? 100y1 പ്ലസ് 77y2 പ്ലസ് 80y3. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് മിനിമൈസ് g. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കണം. സോ കൺസ്ട്രെയിൻസ് സബ്ജക്റ്റ് ടു, ഞാൻ ആദ്യം പറഞ്ഞ റോ വൈസിലാണ് എഴുതുക. കോളം വൈസിൽ തന്ന പ്രൈമൽ ഒബ്ജക്റ്റീവ് നമ്മൾ റോ വൈസിൽ എഴുതുന്ന അത്ര മാത്രം. 10x1, x1 ആദ്യം എടുക്കുക. 10x1, 7x1, 2x1 ഈ മൂന്നെണ്ണത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം നോക്കിക്കോ. 10y1 പ്ലസ് റോ വൈസിൽ എഴുതും. എത്ര തന്നെ? 10y1 പ്ലസ് 7y2 പ്ലസ് 2y3 ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആണ് കൺസ്ട്രെയിൻസ് തന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നാൽ എന്താക്കണം? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് കൺസ്ട്രെയിൻസ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് തന്നാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കണം. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഒബ്ജക്റ്റീവ് കൺസ്ട്രെയിൻസ് തന്നത്. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. ഏതാ എടുക്കുക? 120x1 അല്ലേ മാക്സിമൈസ് സെറ്റ്. അപ്പോൾ 120 ആണ് ഒന്നാമത്തെ കൺസ്ട്രെയിൻസിന്റെ വാല്യൂ എടുക്കുക. സോ 10y1 പ്ലസ്, നോക്കിക്കോളെ ഇതൊന്നും ഡൗട്ട് ഉണ്ട് ചോദിച്ചാൽ സിമ്പിൾ ആണ്. 10y1 പ്ലസ് 7y2 പ്ലസ് 2y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120. 120 അടിയാട്ടിയ ഒബ്ജക്റ്റീവിലെ x1. സോ അടുത്ത രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? x2നെ നമ്മൾ രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ആയിട്ട് എടുക്കും. 2x2, 3x2, 4x2 അതിന് നമ്മൾ രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് എടുത്തു. x2ന്റെ മാക്സിമൈസ് എത്രയായിരുന്നു? 30x2. അത് നമ്മൾ അതിന്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെച്ച് കൊടുക്കും. എങ്ങനെ വരും? 2y1 പ്ലസ് 3y2 പ്ലസ് 4y3. ഒബ്ജക്റ്റീവ് എത്ര? 30 അല്ലേ? സോ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 30. ഇനി അടുത്ത മൂന്നാമത്തെ കൺസ്ട്രെയിൻസ് ഏതാ? x3, 2x3, x3. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൂന്നാമത്തെ കൺസ്ട്രെയിൻസും വെക്കാം. മൂന്നാമത്തെ കൺസ്ട്രെയിൻസിന്റെ മാക്സിമം എത്രയാ? 10x3 ആണ്. ഒബ്ജക്റ്റീവ് എത്രയാ മാക്സിമം? 10x3 അല്ലേ? അപ്പൊ 10x3 അവിടെ കൊടുക്കുകയും ചെയ്യും. സോ 10x3 അപ്പൊ എന്ത് വരും? എന്താ വരിക? പറ. 1y3, 1 എഴുതണമെന്നില്ല. 1y3 പ്ലസ് 2y2 പ്ലസ് 1y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒബ്ജക്റ്റീവ് എത്രയായിരുന്നു? 10. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളാ. കൺസ്ട്രെയിൻസ് ഒന്നും കൂടി ഞാൻ വയ്ക്കാം. ഫസ്റ്റ് നേരത്തെ കോളം വൈസ് എഴുതുന്ന ഇവിടെ റോ വൈസ് എഴുതാം. ഇവിടെ നേരത്തെ ഒബ്ജക്റ്റീവ് x1ന്റെ ഒബ്ജക്റ്റീവിലുള്ള x1ന്റെ കൺസ്ട്രെയിൻ ആയിരിക്കും, ഫസ്റ്റ് കൺസ്ട്രെയിൻ ആയിരിക്കും. x2ന്റെ ഒബ്ജക്റ്റീവ് അടുത്ത സെക്കൻഡ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ ആയിരിക്കും. x3ന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന മാക്സിമൈസ് എന്ന് പറയുന്നത് തേർഡ് കൺസ്ട്രെയിൻസിന്റെ വാല്യൂ ആയിരിക്കും. സോ കൺസ്ട്രെയിൻസ് ഒന്നുകൂടി വായിക്കാം. സബ്ജക്റ്റ് ടു 10y1 പ്ലസ് 7y2 പ്ലസ് 2y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120. 2y1 പ്ലസ് 3y2 പ്ലസ് 4y3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 30. 1y1 പ്ലസ് 2y2 പ്ലസ് 1y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ല. നമുക്ക് തന്ന മാക്സിമൈസ് ഒബ്ജക്റ്റീവിനെ മിനിമൈസ് ഒബ്ജക്റ്റീവിലേക്ക് ആക്കണം. അപ്പം മാക്സിമൈസ് സെഡിന് പകരം മിനിമൈസ് ജി, അതുപോലെ തന്നെ മാക്സിമം വാല്യൂവിന് പകരം സബ്ജക്റ്റിലെ കൺസ്ട്രെയിൻസിലെ സൈഡിൽ എഴുതിയ മാക്സിമം വാല്യൂ ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് ആക്കി മാറ്റുക. ഡ്യുവൽ പ്രോബ്ലത്തിൽ മിനിമൈസ് ജി ഈസ് ഈക്വൽ ടു 100y1 പ്ലസ് 77y2 പ്ലസ് 80y3. ഇനി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് പ്രൈമൽ പ്രോബ്ലത്തിലെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന പ്രൈമൽ പ്രോബ്ലത്തിന്റെ x1 ഒരു റോ ആയിട്ട് എടുക്കും, x2 അടുത്ത റോ ആയിട്ട് എടുക്കും, x3 അടുത്ത റോ ആയിട്ട്. എന്നാൽ 3 കൺസ്ട്രെയിൻസ് ഓരോ റോ ബേസ് ചെയ്തിട്ട് 3 കൺസ്ട്രെയിൻസ്. അതുപോലെ തന്നെ മാക്സിമൈസ് സെറ്റിൽ തന്ന ഓരോ x1നെ നമ്മൾ ഒരു കൺസ്ട്രെയിൻസിന്റെ വാല്യൂ ആയിട്ടും x2ന്റെ മാക്സിമൈസിന്റെ ഒബ്ജക്റ്റീവിനെ ഒരു അടുത്ത കൺസ്ട്രെയിൻസിന്റെ വാല്യൂ ആയിട്ടും x3 എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിന് അടുത്ത കൺസ്ട്രെയിൻസിന്റെ വാല്യൂ ആയിട്ടും എടുക്കും. സോ ഒന്നും കൂടിയും പറയാം. മിനിമൈസ് ജി 100y1 പ്ലസ് 77y2 പ്ലസ് 80y3 subject to constraints 10y1 plus 7y2 plus
2y3 greater than or equal to 120, 2y1 plus 3y2 plus 4y3 greater than or equal to 30, 1y1 plus 2y2 plus 1y3 greater than or equal to 10. അപ്പം നമ്മൾ ഇത്രയാണ് പറഞ്ഞത് ഇന്ന്. Duality method. Duality describes the linear programming exists the pairs. So every linear programming problem has another LPP has a related to it. This related LPP is called a dual problem. This related LPP is called a dual problem. Original LPP is called a primal problem. The optimal solution from the both primal and dual problem would be the same because they originate from the same data. Linear objective function are equal, that is maximize of primal is equal to minimize the dual. Features. First, when primal has n variable and m constraints, dual has m variable and n constraints. Second, constraints of primal are all less than or equal to, while constraints of dual are greater than or equal to. Objective of primal is to maximize, objective of dual is minimize. All variables for either problem are restricted to non-negative negatives. Fifth, for every primal constraints there is a dual variable. Sixth, for every primal variables there is a dual constraints. Steps. First, if the primal is maximization, dual is minimization and vice versa. The coefficient objective function of dual problem come from right hand side of the original problem. Third, inequalities in the constraints are to be reserved. Fourth, the number of variables in the dual problem is equal to number of constraints original problem. Fifth, the number of constraints in the dual problem is equal to the number of variables in the original problem. First question, maximize at 12,000 x1 plus 8,000 x2 subject to 8x1 plus 2x2 greater than or equal to 24, 18x1 plus 2x2 greater than equal to 20, 14x1 plus 6x2 greater than or equal to 18, 20x1 plus 80x2 greater than or equal to 80. Dual problem. First of all, to convert the dual problem, first to fix all variables dual problem y1, y2, use g instead of z objective function. Primal problem, the dual problem ആക്കി മാറ്റുക. Maximize g is equal to 24y1 plus 20y2 plus 18y3 plus 40y3. Constraints. First constraints of dual problem 8y1 plus 18y2 plus 14y3 plus 20y4 less than or is equal to 12,000. Second constraints 2y1 plus 2y2 plus 6y3 plus 80y4 less than or equal to 8,000. y1, y2, y3, y4 greater than or is equal to 0. It's an objective. Primal problem minimize the problem, dual maximize. Primal problem objective function is indicated by z, dual g. Primal problem variables x1, x2, dual problem variables y1, y2. Primal problem there are two variables x1, x2, dual problem 2 constraints. Primal problem 4 constraints, dual variables y1, y2, y3, y4. And this objective function 12,000, 8,000 coefficient of the constraints right hand side. Primal problem column wise, dual problem row wise, right? Primal problem sign is to constraints of greater than or equal to, dual problem less than or equal to or otherwise. Primal problem non-negative constraints 2, dual problem non-negative constraints 4. First question. Second question, maximize at 120x1 plus 30x3 x2 plus 10x3 subject to 10x1 plus 2x2 plus 3x2 x3 less than 100 equal to 100. 7x1 plus 3x2 plus 2x3 less than equal to 77. 2x1 plus 4x2 plus x3 less than or equal to 80. x1 plus x2 x greater than equal to dual problem. Just convert, minimize g is equal to 100 y1 plus 77 y2 plus 80 y3. Constraint subject to 10 y1 plus 7y2 plus 2y3 greater than or equal to 120, 2y1 plus 3y2 plus 4y3 greater than or equal to 30, 1y1 plus 2y2 plus 1y3 greater than equal to 10. താഴെ വേണമെങ്കിൽ y1, y2, y3 greater than or equal to 0 എന്ന് എഴുതാം. താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പറയാം.